ഉണ്ടായത്. പക്ഷേ പോലീസിനെ സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ ആ കാര്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തി. കുട്ടികളാണോ സ്ത്രീകളാണോ? ആണുങ്ങളൊക്കെ വരണതാണ്. ബുക്കും ഇതുമൊക്കെ കൊണ്ട് ഫയലും ഒക്കെ ആയിട്ടാ വരണതാണ്. ഞാനാണ് മിക്കവാറും ഞാൻ വീട് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി അവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് ശ്രാദ്ധം. നമസ്കാരം. അങ്ങനെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിക്ക് ശേഷം അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു ശംഖുമുഖം ദേവിദാസൻ. നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബാലരാമപുരത്ത് നടന്നിട്ട് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ്, ആ കുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുള്ള ദേവേന്ദു പറഞ്ഞ കുട്ടീനെ കൊലപ്പെടുത്തിയിട്ടുള്ള ആ ഒരു വളരെ അൺഫോർച്ചുനേറ്റ് ആയ ഇൻസിഡൻറ്റിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുള്ള ജ്യോത്സ്യൻ, നമ്മളന്ന് രാവിലെ വീഡിയോ ചെയ്ത സമയത്തും പറഞ്ഞിരുന്നു. അതായത് ഒരു ജ്യോത്സ്യൻ്റെ ഇടപെടലുണ്ട് ഈ ഒരു കേസിൽ. ഇതിൽ നരബലി ഉണ്ടോ, ഇത് വേറെ എന്തെങ്കിലും ആഭിചാര കർമ്മങ്ങളുണ്ടോ, അതിന് വേണ്ടിയിട്ടാണോ ഇനി മനഃപൂർവ്വം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ കുട്ടിയെ കൊന്ന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ദേവിദാസൻ എന്ന് അല്ലെങ്കിൽ ശംഖുമുഖം ദേവിദാസൻ, ഇയാൾക്ക് വേറൊരു എനിക്ക് ഇന്നൊരു പേര് ഇരിക്കുന്ന മാതിരി ഇയാൾക്ക് വേറൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദേവിദാസൻ TVPM എന്ന് പറഞ്ഞിട്ടുള്ള നോക്കിയ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടു, മൂകാംബിക AstroResearch.com. ഇയാൾ എന്തൊക്കെയോ ഓൺലൈനായിട്ട് ജ്യോതിഷം പഠിപ്പിക്കുക, ഓൺലൈനായിട്ട് പൂജകൾ പഠിപ്പിക്കുക, ഇങ്ങനെ എന്തൊക്കെയോ പരിപാടികളാണ്. ഇയാളുടെ ഇതാണ് ആ പൂജാരി എന്നാണ് മനസ്സിലാവുന്നത്. ഈ പൂജാരിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു ഈ ഹരികുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുട്ടീനെ കൊന്നിട്ടുള്ളവൻ. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങളിപ്പോൾ കാണുന്നത് ചണ്ഡിക ഹോമം ഹൈലൈറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി അവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് ശ്രാദ്ധം. ശ്രദ്ധയാ ക്രിയമാണം. ഇയാളുടെ വീഡിയോസൊക്കെ ഇയാളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ മെയ്ഡ് ഫോർ കിഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ കമൻസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഇയാളുടെ ഈ ഒരു ചാനലിൽ നിന്നും അയാളുടെ സോഷ്യൽ പ്രൊഫൈൽ, ഫേസ്ബുക്കിലുള്ള പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് അതിൽ നിന്ന് കാര്യമായിട്ടുള്ള ലിങ്കും സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാവുന്ന സംബന്ധിച്ച് ഇയാളിതുപോലെ ഹോമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാണെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കേസ്, ഇന്നിപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ റിപ്പോർട്ടർ, സ്വാഭാവികമായിട്ടും പത്രത്തിൻ്റെ ആൾക്കാർ എല്ലാ സ്ഥലത്തും ഓടിയെത്തുന്നതെന്ന് വെച്ചാൽ അവരെ എല്ലാവർക്കും ഓരോ ന്യൂസും സെൻസേഷൻ ഓരോ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ടോപ്പിക്ക് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മാതൃഭൂമിൻ്റെ ന്യൂസിൽ ഇയാളുടെ ആശ്രമം തേടിപ്പോയി. ആശ്രമം തേടിപ്പോയിട്ടുള്ള ഒരു ന്യൂസ് ക്ലിപ്പ് ഉണ്ട്. ഞാൻ ആ ക്ലിപ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വിഷമം തരുന്ന ടോപ്പിക്കാണ്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ടർ അവിടെ ചെന്നിട്ട് ഈ ദേവിദാസൻ്റെ അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതും അയാളുടെ യഥാർത്ഥ പേരും അയാളെ പറ്റി അയലോക്കാർ പറയുന്നത് കണ്ട സമയത്ത് വല്ലാത്തൊരു കോമഡിയായി തോന്നിയെന്ന് പറയാൻ പാടുമെന്ന് അറിയില്ല. എന്താണെങ്കിലും നോക്കാം, നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. ശംഖുമുഖം ദേവിദാസൻ ജ്യോതിഷഭൂഷണം എന്ന പേരിൽ ഇവിടെ ജ്യോതിഷം സ്ഥാപനം നടത്തുകയാണ്. ഇദ്ദേഹം ഇവിടെ ആശ്രമമായി നടത്തുപോയി ദേവിദാസൻ എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരിച്ചകത്താണ് ഈ ആശ്രമം ഉള്ളത്. നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടുന്ന് പോലീസ് ഈ ദേവിദാസനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അയൽവശത്തെല്ലാം തന്നെ വേറെ ധാരാളം വീടുകളുണ്ട്. പക്ഷേ ഈ വീട്ടുകാരായിട്ടൊന്നും കാര്യമായുള്ള ബന്ധങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം ഇവിടെ മുൻപ് ട്യൂട്ടോറിയൽ കോളേജ് നടത്തുകയായിരുന്നു. മാത്രമല്ല അതിനുശേഷം പിന്നെ മുട്ടക്കച്ചവടം നടത്തി. അങ്ങനെ പല ട്യൂട്ടോറിയൽ കോളേജ്, പിന്നെ മുട്ടക്കച്ചവടം, ഇപ്പോൾ എന്തോ ജ്യോതിഷം പരിപാടി. അല്ല, കുറച്ച് ദിവസം മുന്നേ നമ്മൾ കേട്ട ന്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്ടർ, അതിനുശേഷം വേറെ എന്തൊക്കെയോ പരിപാടികൾ, അല്ല പോർട്ടറല്ല, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് 4 ആളൊക്കെ വെട്ടിയിട്ടുള്ള ജയിലിൽ കിടന്ന ആൾ ഇപ്പോൾ ഗോപൻ സ്വാമി, നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയായിട്ട് വലിയ ശക്തികളോട് കൂടിയിട്ട് ശംഖൂതുമ്പോൾ മയിൽ വരും എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കണ്ടു. ശംഖൂതിയിട്ട് മയിൽ വരിക, പിന്നെ അമ്മ അങ്ങനെ പേടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോ എന്നുള്ള അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ മറ്റേ ചങ്ങായിൻ്റെ കാര്യം പറഞ്ഞു, ഈ ഗോപൻ സ്വാമിയുടെ കേസ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ കേട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, ട്യൂട്ടോറിയൽ കോളേജ് നടത്തിയിരുന്ന, മുട്ടക്കച്ചവടം നടത്തിയിട്ടില്ല, അങ്ങനത്തെ പല പരിപാടി ചെയ്തിട്ടുള്ള ആൾക്കാർ ഇന്ന് വല്ല സ്വാമിമാരും പല രീതിയിലുള്ള ജ്യോതിഷന്മാരൊക്കെ ആയിട്ട് ആൾക്കാരുടെ മനസ്സിനെ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്നത് കാണുന്നത് വലിയ അതിശയപ്പെടാനൊന്നുമില്ല. നമുക്ക് തൊട്ടയൽവശത്തുള്ള അയൽവക്കത്തുള്ള ഒരാളോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഇവിടെ എത്ര നാളാണ് ഇവിടെ ഈ ജ്യോതിഷം പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ എന്താണ് പൂജകളാണോ?
പൂജ ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ടൊന്നും ഞാൻ കയറി നോക്കാറില്ല. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, മൈക്കിൽ കൂടെ കേൾക്കണല്ലേ നമുക്കറിയാവൂ. എന്താണ് ഈ സ്വാമിയുടെ പേര്? ദേവിദാസൻ തന്നെയാണ്. പ്രദീപ് കുമാർ. എന്ത് ചെയ്യായിരുന്നു ഈ പ്രദീപ്? പ്രദീപ് കുമാർ. ഞാൻ തന്നെ എന്നെ സ്വയം വിളിക്കുന്നത് ദിലീപ് കുമാർ എന്ന് പറഞ്ഞ മാതിരി ദേവിദാസൻ. അയാളുടെ യൂട്യൂബ് ചാനൽ തന്നെയാണെന്ന് എനിക്ക് നോക്കിയ സമയത്ത് അതാ മനസ്സിലായെന്ന്. കാരണം ഫേസ് റിസംബ്ലൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതില്. ഞാൻ പറഞ്ഞില്ലേ, അത് ട്യൂഷൻ ക്ലാസ് ആയിരുന്നു. സാറായിട്ട് കുട്ടികളെ പഠിപ്പിക്കും. ഓൾസൺസിന്റെ ഒരു ഇതായിരുന്നു. അത് കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ ഭാര്യ മരിച്ചിട്ട് 3 വർഷം ആവുമെന്ന് തോന്നണം അല്ലേ? ഇപ്പൊ ഭാര്യയല്ലേ താമസം? ഇപ്പൊ വേറെ ഒരു പെണ്ണിനെയാണ് കൽക്കുട്ടത്ത് ഇവിടെ കൊണ്ടുവന്ന് താലി കെട്ടിയെന്നും പറഞ്ഞ് താമസിപ്പിക്കുന്നത്. അത് ശരി, അതും ഉണ്ടോ? അപ്പൊ ശ്രേഷ്ഠനാണല്ലോ. എന്താണ് ഇവിടെ എന്താണ് ജ്യോതിഷം നോക്കലാണോ അതോ മന്ത്രവാദം ഒക്കെ ഉണ്ടോ? ചില ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ജ്യോതിഷം പഠിപ്പിക്കണം എന്നാണ് പറയണത്, ക്ലാസ് എടുക്കണം എന്നാണ് പറയണത്. എനിക്ക് നമുക്കറിയാവൂ. ധാരാളം പേര് വരാറുണ്ടോ ഇവിടെ? ഇടയ്ക്കിടയ്ക്ക് കുറെ പേരൊക്കെ വരാറുണ്ട്. കുട്ടികളാണോ സ്ത്രീകളാണോ? ആണുങ്ങളൊക്കെ വരണതാണ്. ബുക്കും ഇതുമൊക്കെ കൊണ്ട് ഫയലും ഒക്കെ ആയിട്ടാ വരണതാണ്. ഞാനാണ് മിക്കവാറും ഞാൻ വീട് കാണിച്ചു കൊടുക്കണത്. പിന്നെ ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഈ സ്വാമിക്ക് ഇപ്പോ ഈ ബാലാമൂഴത്തെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് സ്വാമിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ് ഈ ശംഖുമുഖം ദേവിദാസൻ സ്വാമി. അതിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ല. ഞാൻ ഇന്നലെ വയ്യാതെ ഇവിടെ നിന്ന് പോയതുകൊണ്ട് ഞാൻ TV വെച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വാർത്ത തന്നെ വെച്ച് കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് മരണങ്ങളൊക്കെ അറിയണമുണ്ട്. പക്ഷെ ഇന്നലെ അറിഞ്ഞില്ല. നാട്ടുകാർക്ക് ഈ ജ്യോതിഷനെ കുറിച്ച്, ദേവിദാസൻ എന്ന ജ്യോതിഷനെ കുറിച്ച് അതാ പ്രശാന്ത് ഭാര്യ ഇവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ ഇവിടെ വരുമ്പോൾ ഇവിടെ ആരും പ്രശാന്ത് ഈ പ്രദീപ് കുമാർ എന്ന ദേവിദാസനായി മാറുന്നു. നാട്ടുകാരെ സംബന്ധിച്ച് അവർക്കും എന്തൊക്കെയോ ദുരൂഹതകൾ മണക്കുന്ന രീതിയിലാണ് അവരുടെ ഈ വക കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയ. ഇതാണ് ഞാൻ കുറച്ച് മുന്നേ തന്നെ പറഞ്ഞത്. മര്യാദയ്ക്ക് നടക്കുന്ന ഏതെങ്കിലും വ്യക്തി, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല നല്ല അധ്വാനിക്കുന്ന രീതിയിലുള്ള ജോലികളൊന്നും ചെയ്തിട്ട് എവിടെയും എത്തിപ്പെടാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇതുപോലെ ജ്യോതിഷം അല്ലെങ്കിൽ മറ്റേ ദുർമന്ത്രവാദം, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനം. അതിന് സൈഡിൽ കൂടി ഭക്തി കണ്ടുള്ള സംഭവം കൂടിയാൽ മതി. പിന്നെ കുറച്ച് ശ്ലോകവും പരിപാടിയും മതിയല്ലോ. ഈ ചൊല്ലുന്ന ശ്ലോകവും പരിപാടിയും കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് എങ്ങനെ ആർക്കാ മനസ്സിലാവുന്നത്? അപ്പോൾ ആ പരിസരമൊക്കെ കാണുമ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടോ? എന്ന് മുതലാണ് ഇദ്ദേഹം ഈ ജ്യോതിഷിയായി മാറുന്നത്? അവിടേക്ക് ആരൊക്കെ എത്തുന്നുണ്ട്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എത്ര തവണ ഈ ഹരികുമാർ എന്ന ഈ പ്രതിസ്ഥാനത്തുള്ള ഈ പ്രതിയായ വ്യക്തി ഇവിടേക്ക് എത്തുന്നു? അങ്ങനെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ഇതിനോടകം? കസ്റ്റഡിയിൽ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ശംഖുമുഖം ദേവിദാസനെ അവിടേക്ക് വിളിച്ചിട്ടുള്ളത്. ബാലപുരം പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ജ്യോതിഷമൊക്കെ നോക്കുന്ന സ്ഥലത്ത് ചില യാഗങ്ങളും പൂജയൊക്കെ നടത്തുമ്പോഴുള്ള ചില യാഗത്തറയൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നിരന്തരം ഇത്തരം പൂജകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്ന ആരും ഇവിടെ ഇല്ല. പക്ഷേ പ്രധാനമായും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട കാരണം ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീതു ഈ ആശ്രമത്തിൽ ഈ ജ്യോതിഷന്റെ അടുത്ത് സ്ഥിരമായി വരാറുള്ള ആളാണെന്നും ഈ ദേവിദാസന്റെ ഉപദേശപ്രകാരം ഈ കുഞ്ഞിനെ ഈ കൃത്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ സംശയമുള്ളത് കൊണ്ടാണ് പോലീസ് ഇങ്ങോട്ട് ഇവിടെ എത്തി ഈ ദേവിദാസനെ ചോദ്യം ചെയ്യുന്നതിനായി കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളിതിലൊന്നും ആഭിചാരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംശയിക്കാതെ വയ്യ. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിന് മുന്നേ. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇതുപോലുള്ള നരബലിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഓൾറെഡി ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് രാവിലെ തന്നെ സംഭവമുണ്ട്. ആ സ്ത്രീനെ കൊണ്ട് ആ സ്ത്രീ മൊട്ടടിച്ച കണ്ടീഷനിലാണ്, ഈ ചങ്ങായി മൊട്ടടിച്ചുള്ള കണ്ടീഷൻ. അപ്പോൾ ഇവർ മൊട്ടയടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഇനിയിപ്പോൾ മൊട്ടയടിക്കാൻ വല്ല പഴനി പോകാൻ എന്താ സംഭവം എന്ന് അറിയില്ല, നമുക്ക് അതിലേക്ക് കിടക്കുന്നില്ല. എന്താണെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള ജ്യോതിഷിയാണ് ഈ ജ്യോതിഷൻ തന്നെയാണ്. പ്രധാനമായും ഈ ആഭിചാരവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ആദ്യം പോലീസിനുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണോ എന്ന് ഉറപ്പിക്കാനും സാധിച്ചിരുന്നില്ല. കാരണം ഈ കുട്ടി ജനിച്ചതിന്, അങ്ങനെ രാവിലെ വീഡിയോയിലും പറഞ്ഞത്, ഈ കുട്ടി ജനിച്ചതിന് ശേഷമാണ് അവർ ആ കുടുംബത്തിന് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ള അവർ പല ആൾക്കാരോടും പറഞ്ഞു എന്നുള്ളതും ഇന്ന് രാവിലെ ന്യൂസിൽ ഞാനും ആ ഒരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തത് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും. സ്വാമിയുമായി ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് കുഞ്ഞിന്റെ സഹോദരനെല്ലാം പങ്കുണ്ട്, ബന്ധമുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ വളരെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വാമിയിലേക്ക് അന്വേഷണം എത്തിയത്, ഈ ദേവിദാസനിലേക്ക് അന്വേഷണം എത്തിയത്. ദേവിദാസൻ നാട്ടിൽ അറിയപ്പെടുന്നത് പ്രദീപ് എന്ന പേരിലാണ്. ഈ പ്രദീപ് മുൻപ് ട്യൂട്ടോറിയൽ കോളേജ് ട്യൂട്ടോറിയൽ സ്ഥാപനത്തിൽ യെസ്, എന്താണെന്നുണ്ടെങ്കിലും പ്രദീപ് കുമാർ
ദേവിദാസൻ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്, അതായത് നമ്മളെയൊക്കെ ചുറ്റുവട്ടത്ത് എന്താ നടക്കുന്നുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെയുള്ള എന്ത് പരിപാടി നടക്കുന്നുണ്ടെങ്കിലും വണ്ടി ചെന്ന് അവിടെ നിന്ന് കാണിക്കിട്ട് പ്രാർത്ഥിച്ച് വഴിപാട് കഴിക്കുന്നതിന് പകരം ഈ സംഭവം എന്താണ്, ഞാൻ പഴയ അമ്പലങ്ങളുടെ കേസെന്നല്ല പറയുന്നത്, ഇപ്പോൾ പൊന്തി വരുന്നുള്ള ഇതുപോലുള്ള പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള വളരെ കൃത്യമായിട്ട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ എങ്ങനെയൊക്കെയാണ് ഓൾറെഡി ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാർ ഇവരുടെ കയ്യിൽ പെടും കൂടി ചെയ്തു കഴിഞ്ഞാൽ അപകടത്തിലാവുന്നത് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു സംഗതി കണ്ട സമയത്ത് നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതാണ് അയാളുടെ ഒരു ഇനിയിപ്പോൾ ഫേസ്ബുക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കണ്ടു ഞാൻ, അതൊന്നും നോക്കുന്നില്ല, ലോക്ക്ഡൗൺ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഏതായാലും പ്രവീൺ കുമാർ അലിയാസ് എന്താ പറയുക, എന്ത് സ്വാമിയാ, എന്തോ ഒരു സ്വാമി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.